പണിതാൽ പണി കിട്ടും. എവ്രി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. വിവരം അറിയും, ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി. ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. സ്വയം കരുത്തിനെ തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ ചെണ്ടയായും ഫുഡ് കാർപ്പറ്റായും ചവിട്ടിയായും ജീവിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ചു പേർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. 1. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്നത്ര, നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നത്ര മറ്റുള്ളവർക്ക് ആർക്കും തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ചില സമയത്ത് അത് വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെയാവും മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കുന്നത്. അടുത്തത്, നിങ്ങൾ സമീപിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ കാര്യം പരിഹരിക്കാനുള്ള പ്രാപ്തി അല്ലെങ്കിൽ കഴിവ് ഉണ്ടായിരിക്കണമെന്നില്ല. ചിലർക്ക് ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അത് അതുപോലെ തുടരാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു പക്ഷേയുള്ള നല്ല പെരുമാറ്റം നിങ്ങൾക്ക് അത് മനസ്സിലാകാതെ വരാം. ഓരോ സന്ദർഭത്തിലും ബുദ്ധിമുട്ട് പറയാതെ, കംപ്ലൈൻറ്റ് പറയാതെ, വികാരത്തിന് കീഴ്പ്പെടാതെ പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു വച്ച് എല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കാര്യങ്ങൾ വിവേചിച്ചറിയുക. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അർജുനന് കൃഷ്ണൻ്റെ ഉപദേശമാണ് വേണ്ടതെങ്കിൽ അത് സ്വീകരിക്കുക, ധർമ്മയുദ്ധം ചെയ്യുക. യേശുക്രിസ്തു ദേവാലയത്തിൽ കളങ്കം തട്ടുന്ന രീതിയിൽ പ്രവർത്തിച്ച കച്ചവടക്കാരോട് സുവിശേഷം പറയുകയല്ല ചെയ്തിട്ടുള്ളത്, ചാട്ടവാറുകൊണ്ടാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. ജീവിതത്തിൽ വേസ്റ്റ് ബാസ്ക്കറ്റായി തുടർന്നാൽ അത് അവസാനം വരെ തുടരേണ്ടി വരികയും മറ്റുള്ളവർ അത് അവരുടെ അവകാശമായി സ്ഥാപിക്കുകയും ചെയ്യും എന്നറിയുക. ഇവിടെയെല്ലാം ആയുധം വികാരമല്ല, വിവേകം തന്നെയാണ്. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് കൃത്യമായ രീതിയിൽ ഇടപെടുക. വേണ്ട ഇടപെടൽ മാത്രം ചെയ്യുക. എന്തെന്നാൽ അഭിമാനത്തോടുകൂടി സ്വതന്ത്രമായി സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്, കടമയാണ്, ഉത്തരവാദിത്വമാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും മൈൻഡ് ബ്യൂട്ടിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.